ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായാലും ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇന്ന് ശനിയാഴ്ചയാണ്, ഒരു 7 മണിയായിട്ടുണ്ട്. ഞാൻ 6 മണി 6:30 ആകുമ്പോൾ എല്ലാ ദിവസവും എണീക്കും. എന്നിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് രാവിലെ കാണിക്കാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ വീടിൻ്റെ മിറ്റം. ഇത് ഞങ്ങളുടെ കോഴിക്കൂടാണ്. ഞങ്ങളിവിടെ ഒരുപാട് കോഴിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കീരി അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ വളർത്തുന്നത് നിർത്തി. ഇതാണ് ഞങ്ങളുടെ പ്ലാവ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടുത്തെ കാഴ്ചകൾ. ഇത് ചാമ്പയ്ക്ക മരമാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ഇതിൽ ഇഷ്ടം പോലെ കായൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഒന്നുമില്ല. ഇത് നമ്മുടെ അമ്മയുടെ ചെറിയൊരു അടുക്കളത്തോട്ടമാണ്. ഇത് ഈയിടെ കൊണ്ട് നട്ട ഒരു കടച്ചക്കയാണ്. അപ്പോൾ ഇതിൽ കായ ഉണ്ടായിട്ടുണ്ടേ. പിന്നെ കുറച്ച് കൃഷികൾ. ഇത് ചീരയാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വഴുതനങ്ങ. ഇതിലും കായ ഉണ്ടായി കിടപ്പുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേനലൊക്കെ ആകുമ്പോൾ എല്ലാം പോവും. പിന്നെ ഇതാണ് ആഫ്രിക്കൻ മല്ലി. പിന്നെ ഇത് കാന്താരി. ഇവിടെ പാവയ്ക്ക, പടവലങ്ങ, അങ്ങനത്തെ എന്താണ്ടൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ മഴയുടെ ഇവിടെ കാണുന്നത്, മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല ശക്തമായ കാറ്റുണ്ട്. ഇങ്ങനെ എരിച്ചിലൊക്കെ ഇങ്ങോട്ട് അടിച്ചു കയറുവേ. ബെല്ല ഇവിടെ രാവിലെ തന്നെ വന്ന് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെയൊക്കെ നടക്കും. എന്നിട്ട് ഇവിടെ സ്റ്റെപ്പിലോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ വന്ന് അവൾ കിടക്കും. അവളുടെ സ്ഥിരമുള്ള ജോലിയാണ്. ഹായ് ബെല്ല. ക്യാമറ അധികം താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. എന്നാലും പിന്നെ ചേച്ചിക്ക് വേണ്ടി പോസ് ചെയ്ത് തരാമെന്നാണ്. അവൾക്ക് ഈ വണ്ടി പോകുന്നതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. അതിനിവിടെ വന്നങ്ങ് കിടക്കും രാവിലെ തന്നെ. വേറൊരാളൂടെ ഉണ്ട് അകത്ത്, സാറ. അവൾ ഞങ്ങൾ പിന്നെ കുറച്ച് വെള്ള കളറൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് രോമം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇറക്കി വിടത്തില്ല. കാരണം ഈ ചള്ളയിലൊക്കെ ഫുള്ള് കിടന്ന് ചാടിയാലേ ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ ബെല്ലയ്ക്ക് കുറച്ച് നേരം കമ്പനി കൊടുക്കാമെന്ന് കരുതി ഇവിടെ ഇരുന്ന് ഞങ്ങൾ ചുമ്മാ ഇവിടെ വായി നോക്കിയിരിക്കുകയാണ്. ബെല്ല ഞാൻ ചെന്നപ്പോഴത്തേനും എൻ്റെ അടുത്തോട്ട് വന്നങ്ങിയിരുന്നു. ഞങ്ങൾ അന്നേരം കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ പോവാണ്. രാവിലെ എണീറ്റിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് വെള്ളം കുടിക്കുക എന്നത്. അപ്പം വെറും വയറ്റിലൊരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പൊതുവെ വെള്ളം കുടിക്കാൻ മടിയുള്ള ആളായതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ ആമസോണിൽ നിന്ന് മേടിച്ചു. കാരണം ഇതിലെന്തോ മോട്ടിവേഷൻ ബോട്ടിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും എനിക്ക് മോട്ടിവേഷൻ വരുമെന്ന് കരുതിയാണ് ഞാനിത് മേടിച്ചത്. നേരത്തിനെക്കാട്ടും ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ LKG UKGയിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ബോട്ടിലായിരുന്നു കൊണ്ടുവന്നത്. അപ്പം ഇത് കാണുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ വരുന്നുണ്ട്. അപ്പം ഞാൻ സാറേയും കൂടി, അതായത് ഞങ്ങളുടെ മറ്റേ ഭാഗമുണ്ടല്ലോ, അതിനെ കൂടെ സിറ്റ് ഔട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ബെല്ല നടക്കുന്നതിന്. അതാണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊരയൊക്കെ കേൾക്കുന്നത്. ഞാനൊരു ഗ്രീൻ ടീ ഇടാൻ പോയതായിരുന്നേ. രാവിലെ എനിക്കിഷ്ടമാണ് വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കാൻ. ഞാനങ്ങനെ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഗ്രീൻ ടീ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുവാണേ. ഇന്ന് രാവിലെ ഇവിടെ പുട്ടും അതിൻ്റെ കൂടെ ഞങ്ങൾ ഉള്ളിക്കറിയാണ് കഴിക്കാൻ പോകുന്നത്. അമ്മ ആദ്യം കറി വെച്ചുകൊണ്ടിരിക്കുവാണേ. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ. എന്തോ പുട്ടോ ഉണ്ടാക്കുന്നത്? ഗോതമ്പ് പുട്ടോ? അരിയില്ല, പൊടി ഇരിക്കില്ല. നമ്മളെ എളുപ്പം ഒരു പുട്ടുണ്ട്. അപ്പൊ ഇച്ചിരി അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ ഇതെല്ലാം എടുത്ത് വെള്ളം ദോശ ചെയ്തിട്ട് പൊടിച്ചേറ്റാണ്. പിന്നെ നമ്മൾ നനയ്ക്കൊന്നും വേണ്ട, അതിൻ്റെ ഒരു നനവുണ്ടല്ലോ. അപ്പൊ എളുപ്പവഴി ഉണ്ടാക്കുന്ന ഒരു പുട്ടാണേ. പുട്ട് അടുപ്പത്ത് വെച്ചിരിക്കുവാണേ. ഇതിപ്പോൾ റെഡിയാവും. കറി നമ്മുടെ ഓൾറെഡി റെഡിയായി ഇരിപ്പുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് കഴിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പുട്ടും ഉള്ളിക്കറിയും. നല്ല ചൂടാട്ടോ. എനിക്ക് പക്ഷെ ചൂട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടം. കൊള്ളാം. ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് സാറായെ ഇങ്ങ് കൊണ്ടുവന്നു. സാറ അകത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു. കാരണം ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടേ.
ഇവക്ക് അതിനൊക്കെ ഭയങ്കര കഴിവാണ്. ബെല്ല വരുന്നുണ്ടോ, ഫുഡ് കഴിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അതാണ് അടുക്കളയിൽ കറങ്ങി നടക്കുവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന്. അന്നേരത്തേന് ഞാൻ ഈ ഒരു ചെറിയൊരു കിവി ഇരിപ്പുണ്ടായിരുന്നേ, അതും കൂടെ എടുത്തങ്ങ് കഴിക്കാമെന്ന് കരുതി. എനിക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി, ഒന്നെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ്ചറോ ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കിവി എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. കിവി മാത്രമല്ല, എല്ലാ ഫ്രൂട്ട്സും എനിക്കിഷ്ടമാണ്. ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് കരുതി. അമ്മയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. അങ്ങനെ എൻ്റെ അനിയനും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, പനിയുടെ തുടക്കമാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ നാരങ്ങ വെള്ളം കണ്ട എന്തായാലും എടുത്ത് കുടിക്കേ. യൂഷ്വലി ഞാനാണ് ഇവിടെ നാരങ്ങ വെള്ളം എടുക്കുന്നത്. ഇന്നൊരു ചേഞ്ചിന് അമ്മ നാരങ്ങ വെള്ളം ഉണ്ടാക്കി. കൊള്ളാം. ഞാൻ പൊതുവെ ഉപ്പിട്ടാണ് നാരങ്ങ വെള്ളം കുടിക്കുന്നത്. എനിക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളം ഇഷ്ടം. മഴ ഉണ്ടെങ്കിലും ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി കുളിക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തല കുളിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, ഞാൻ മുടി ചെയ്യും. ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും അങ്ങനെ മുടി ചെയ്യത്തില്ല, കാരണം എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് പെട്ടെന്ന് ചേട വരും. അപ്പം ഞാനിങ്ങനെ കുറേ സെക്ഷൻസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെടയൊക്കെ കളയും. ചുരുണ്ട മുടിയുള്ളവർക്കറിയാം കുറച്ച് പ്രയാസമാണ് മുടി വൃത്തിയാക്കാനൊക്കെ. അങ്ങനെ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ചീവിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എണ്ണയാണ് തേക്കാൻ പോകുന്നത്. ഇതൊരു ആമണ്ട് ഓയിലാണ്. ഞാനങ്ങനെ ഇന്ന എണ്ണ എന്നൊന്നുമില്ല, മാറി മാറിയൊക്കെ ഓരോ എണ്ണകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു ആമണ്ട് ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തേക്കും. ഫസ്റ്റ് ഞാൻ ഈ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് പിന്നെ മുടിയുടെ അറ്റത്തും കുറച്ചിങ്ങനെ തേക്കും. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി എണ്ണ തേക്കുന്നത്. അങ്ങനെ ഞാൻ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞു. ഇനിയൊരു 15 മിനിറ്റ് ഇത് വെച്ചിട്ടാണ് കുളിക്കുന്നത്. ഞാൻ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലാതെ കുറേ നേരമൊന്നും എണ്ണ വെക്കാറില്ല, കാരണം എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറ്. പിന്നെ എപ്പോഴും ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുകയും ചെയ്യുവേ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു. കുളി കഴിഞ്ഞ് വന്ന് എൻ്റെ മുടി ഏകദേശം ഇങ്ങനെ ഭയങ്കര ഒട്ടിയിരിക്കുന്ന പോലാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയായിക്കോളും. ഇനി നെക്സ്റ്റ് പരിപാടി ലഞ്ച് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പം പോയി ഫുഡ് കഴിക്കാം. ലഞ്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് കഴിക്കാൻ ചീരയിലത്തോരനുണ്ട്, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ, മോര് കറി, ചമ്മന്തി, ഇത്രയാണ് കൂട്ടാൻ. ഇത് കുറേ ചീര, കുറേ പച്ച ഇലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തുണ്ടാക്കിയ തോരനാണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചിട്ട് വന്നു. അന്നേരമാണ് ഇവിടെ അനാറിരിക്കുന്നത് കണ്ടത്. ഇത് ഞാനന്ന് കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചായിരുന്നേ. അത് കഴിഞ്ഞ് ഒരെണ്ണം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അമ്മ വഴക്ക് പറയുന്നുണ്ട് ഇത് എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പം എടുത്ത് കഴിക്കാമെന്ന് കരുതി. എനിക്ക് അനാർ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്കിത് ഇളക്കാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇത് ആരെങ്കിലും ഇളക്കി തന്നാൽ ഞാൻ കഴിക്കും, അങ്ങനെ ഒരു ഇതാണ്. ഇന്ന് പിന്നെ ഞാൻ തന്നെ ഇത് ഇളക്കി കഴിക്കാമെന്ന് കരുതി. ഇതമ്മ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണേ. അമ്മയുടെ മേക്കപ്പ് ഇത്രയൊക്കെയാണ്. പൗഡർ ഇടുക, ഒരുങ്ങുക. ഞാൻ ചില സ്പെഷ്യൽ ഒക്കേഷൻസ്, അതായത് വല്ല പരിപാടി, കല്യാണം, അതിനൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്.
നമ്മുടെ സാറക്കുട്ടിക്ക് മനസ്സിലായി അമ്മ എങ്ങാണ്ട് പോകാൻ പോവാണെന്ന്, അതുകൊണ്ട് സങ്കടപ്പെട്ട് കിടക്കുവാണ്. ബെല്ലെ അങ്ങനെ തന്നെയാണ്, പക്ഷേ അവൾ ഉറങ്ങുമായതുകൊണ്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ യൂഷ്വലി സാറെ രാവിലെയൊക്കെ ഇങ്ങനെ കെട്ടിയിടും, പിന്നെ അവളെ അങ്ങ് തുറന്നു വിടും. കാരണം ഇവള് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഭയങ്കര അടിയായിരിക്കുവേ. ഇവളാണ് കുറച്ച് വഴക്കാളി, ഇവളങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ ചെല്ലും. ബെല്ല അങ്ങനെ വഴക്കിനൊന്നും വരാറില്ല. ഇവള് കയറി ചെല്ലുമ്പോൾ അവളും അടിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഗുണ്ടായുസങ്ങൾ. സാറയ്ക്ക് പൊതുവെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. അതാണ് അവൾ പോസ്റ്റ് ചെയ്ത് തരുന്നത്. ഇനി സാഡ്നെസ് ഇങ്ങനെ എൻ്റെ അമ്മ ഇവിടെ പോവാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാണേ. ഇന്ന് പള്ളി വെച്ചാണ് പ്രാർത്ഥന. യൂഷ്വലി ആരുടെയും ഒക്കെ വീട്ടിൽ വെച്ചിട്ടായിരിക്കുവേ. അപ്പം ഇന്ന് പള്ളിയിൽ എന്താണ്ടൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മ സ്കൂട്ടറിലാണേ പോകുന്നത്. അമ്മ ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. അമ്മ പ്രാർത്ഥനയ്ക്ക് പോയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി, എനിക്കൊന്ന് സ്കിൻ കെയർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. കുറേ നാളായി ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. യൂഷ്വലി എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ഒരു കാര്യമായിട്ടൊരു സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ ഫേസെല്ലാം ആകെ ഡള്ളായിട്ടിരിക്കുവാണ്. ഞാൻ യൂഷ്വലി വീക്കെൻഡ്സിലാണ് ഇങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നത്. ഇന്നിപ്പം മുടി കഴുകിയല്ലോ, ഇനി അടുത്ത സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ്. അപ്പം ഞാൻ ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് ഓൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഫേസ് വാഷാണ് ചെയ്യാൻ പോകുന്നത്. മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഫേസ് വാഷ് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ടോണറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബ്ലൂ ഹെവൻ്റെ റോസ് വാട്ടർ ടോണറാണ്. അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ചെയ്തു, ടോണർ ഇട്ടു. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫേസ് മാസ്ക് ഇടാൻ പോവാണേ. ഇത് ഞാൻ മിനിസോയിൽ നിന്ന് അന്ന് കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 ഫേസ് മാസ്ക് മേടിച്ചു. ഒരെണ്ണം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തായിരുന്നു, ഇത് രണ്ടാമത്തേതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോവാണേ. ഏകദേശം 15-20 മിനിറ്റ് ഞാനിത് ഫേസിൽ വെച്ചു. എന്നിട്ട് എടുത്തപ്പോൾ ഇതേ കണ്ടില്ല. എനിക്കിത് വെച്ചപ്പോൾ തോന്നിയത് ഒരു ഗ്ലോയെക്കാട്ടിലും കൂടുതൽ ഭയങ്കര കൂളിംഗ് ഫീലിംഗ് ആയിരുന്നു. ഇതിൻ്റെ പേര് തന്നെ കൂളിംഗ് മാസ്ക് എന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഞാൻ ഒരു മോയ്സ്ചറൈസറൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. അപ്പം ഞാനൊരു ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സെൽഫ് കെയർ കംപ്ലീറ്റ് ആയി. എനിക്ക് മാസ്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മെയിൻലി ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്നതാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഫീൽ ചെയ്യുന്നു എൻ്റെ സ്കിൻ. അത് മാത്രമല്ല ഭയങ്കര ഒരു ബ്രൈറ്റൻ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മിനിസോയിലെ മാസ്ക് ആണേ. അപ്പം അതായിരുന്നു ഇന്നത്തെ എൻ്റെ സെൽഫ് കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സെൽഫ് കെയർ ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എനിക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് ചായക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. അന്നേരത്തേനും വൈകുന്നേരം ആവും. പിന്നെ എനിക്ക് IPL കാണണം. ഇന്ന് മുംബൈയുടെയും ഗുജറാത്തിൻ്റെയും കളിയാണ്. ഞാൻ CSKയുടെയും RCBയുടെയും ഫാനാണ്. കാരണം എനിക്ക് ധോണിയും വിരാട് കോഹ്ലിയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എല്ലാ ടീംസിൻ്റെയും കളി കാണാറുണ്ട്. അപ്പം അതാണ് അടുത്ത പരിപാടി. ഇനി ഞാൻ ഉടനെ തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാനധികം ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. ഇനി കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പം എൻ്റെ കണ്ടൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു എവ്രിവൺ.